ഹായ്, ഇന്ന് ഞാനുള്ളത് ബ്രസീലിലെ ഇലബെല്ല എന്ന സ്ഥലത്താണ്. ഈ സ്ഥലം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഇക്കോ ടൂറിസവും പിന്നെ മൗണ്ടൻസും ഇവിടുത്തെ വാട്ടർ സ്പോർട്സും ഒക്കെയാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ സ്ട്രീറ്റുകളും ഇവിടുത്തെ കുറേ ഷോപ്പുകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ഷിപ്പിൽ നിന്നും ബോട്ടിന് വേണമായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഷിപ്പിൽ നിന്നും ബോട്ടിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ ദൂരെ കിടക്കുന്നതാണ് ഞങ്ങളുടെ ഷിപ്പ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കണ്ടിട്ട്. ചെറിയ റെസ്റ്റോറൻറ്റുകളും കഫേയും ഷോപ്പുകളും എല്ലാം കൂടി ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഷിപ്പ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. ഷിപ്പിൽ നിന്നുള്ള ബോട്ടിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ, ക്ലീനാണ്. പിന്നെ വാട്ടർ സ്പോർട്സിന് ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. ഇവിടുത്തെ ഈ മൗണ്ടൻസ് ആണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇവിടുത്തെ മൗണ്ടൻസും പിന്നെ അറ്റ്ലാന്റിക് ഡെൻസ് ആയിട്ടുള്ള അറ്റ്ലാന്റിക് റെയിൻ ഫോറസ്റ്റും മഴക്കാടുകളും. ഞാൻ കഴിഞ്ഞ ദിവസം പോയ റിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറേ കൂടി ഒരു നേച്ചർ ഫ്രണ്ട്ലി പ്ലേസ് ആണ്. ഭയങ്കര നാച്ചുറൽ ആണ് എല്ലാം. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാം ആൻഡ് ക്വയറ്റ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. കുറേ നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഇവിടെ, നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു നേച്ചർ ലവറിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, എന്താ പറയുക, പക്ഷികളുടെയൊക്കെ സൗണ്ടും നല്ല ഭംഗിയുള്ളൊരു കാടിൻ്റെ ഒരു ഫീല്. അതിൽ ചെറിയ കുറേ കെട്ടിടങ്ങളും എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. വോക്സ് വാഗൻ്റെ ഒരു ട്രക്ക് വരുന്നതുണ്ടോ. ഇവിടുത്തെ ഗാർബേജ് കളക്ട് ചെയ്യുന്ന ട്രക്കാണ്. ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. മെയിനായിട്ട് ഇവിടെ ഈ ബീച്ച് വെയേഴ്സാണ് മേടിക്കാൻ കിട്ടുന്നത്. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇതൊരു ഐലൻഡാണ്, ഒരു ചെറിയ ദ്വീപാണ്. ബ്രസീലിലെ സാവോ പോളോയുടെ തീരത്തുള്ളൊരു ഐലൻഡാണ് ഈ സ്ഥലം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇല ബെല അങ്ങനെയാണിത് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു ചെറിയ സ്ട്രീറ്റ്, അതായത് ചുറ്റും മൗണ്ടൻസും. ഈ മൗണ്ടൻസിൽ ഈ മലകളിലെല്ലാം കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് അത്ര ഒന്നും പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട്
ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും ഞാൻ. ശരിക്കും ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണിത്. അറ്റ്ലാന്റിക് ഡെൻസ് ഫോറസ്റ്റ് എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. കുറേ ഭംഗിയുള്ള ചെറിയ കുറേ കഫേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് വില്ല ആണിത്. ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളൊരു കെട്ടിടം. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അവരത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല കളർഫുള്ളായിട്ട്. എന്തോ ഒരു വലിയ കഫേയിൽ കയറി ചെന്നൊരു ഫീലാണ്. നല്ല രസമുള്ളൊരു ചെറിയ ഷോപ്പിംഗ് ഏരിയ. ഞാൻ ജസ്റ്റ് കയറി ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റൊക്കെ നോക്കി. പക്ഷേ നല്ല നല്ല വിലയുണ്ട് എല്ലാത്തിനും. എനിക്ക് തോന്നുന്നു ഒരു ഐലൻഡ് ആയതുകൊണ്ട് പൊതുവേ ഈ ദ്വീപുകളിലൊക്കെ നല്ല വിലയാണ് എല്ലാത്തിനും. ഇത് ഇവിടെ കണ്ട ഒരു ചർച്ചാണ്. ചർച്ച് ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി പോയി നോക്കാം. ചർച്ചിൻ്റെ ഒരു സൈഡാണ്, ഒരു വശമാണത്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇത് അടച്ചിട്ടേക്കുവാണ്, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. സാരമില്ല. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. എന്താണത്, എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പോയ റിയോ പോലെയല്ല. റിയോ കുറച്ചുകൂടി ഒരു സിറ്റിയാണ്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഒരു നേച്ചർ ലവറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എവിടെ നോക്കിയാലും മരങ്ങളും പൂക്കളും ചെറിയ കഫേയും. ആ കഫേയിലൊക്കെ നമുക്ക് ഇരിക്കാൻ തന്നെ തോന്നും. പിന്നെ ചേർന്നുള്ള ബീച്ചും. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സാൽവഡോറും റിയോയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യും. കഴിഞ്ഞ ദിവസം പോയ സ്ഥലം നമുക്കൊരു സേഫ്റ്റി ഫീല് കിട്ടൂല. ആളുകളെ കാണുമ്പോൾ തന്നെ, അവിടുത്തെ ലോക്കൽസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ പേടി തോന്നും. അത്തരം സ്ഥലമായിരുന്നു റിയോയും സാൽവഡോറും. പക്ഷേ റിയോ എനിക്കിഷ്ടപ്പെട്ടു. നല്ല വേറൊരു വൈബ് സ്ഥലമായിരുന്നു റിയോ. ഫുള്ള് പാർട്ടി ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെലിബ്രേഷൻ സ്ഥലമാണ്. സെലിബ്രേഷന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ് റിയോ. Especiais para você comprar ainda mais, você tem na Loja 100. Ainda bem que tem. ആ ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ ഷിപ്പ്. ഇത് ഷിപ്പിൽ നിന്നുള്ള ഞങ്ങളുടെ ബോട്ടാണ്. ഷിപ്പ് പോർട്ടിലേക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ബോട്ടിലാണ് ഇന്ന് കരയിലേക്ക് വരുന്നത്.
ശരിക്കും ഇതൊരു സെയിലിംഗ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രസീലിൻ്റെ ഒരു സെയിലിംഗ് ക്യാപിറ്റൽ. അതായത് ഇവിടുത്തെ ഈ ഒരു ബോട്ട് കൾച്ചറൊക്കെ തന്നെ ആയിരിക്കണം അങ്ങനെ വിളിക്കാനുള്ള കാരണം. ഇഷ്ടംപോലെ ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഞാനവിടെ ദൂരെ ഒരു ചെറിയ ബീച്ച് കണ്ടു. ചുമ്മാ അവിടെ വരെ ഒന്ന് പോയി നോക്കാൻ നിർത്തോണ്ട് നടക്കുകയാണ്. സമയം ഏകദേശം 11:15. എനിക്ക് തിരിച്ചു വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. ഈ ഒരു ചെറിയൊരു ഐലൻഡിൽ വരെ എന്താ പറയുക, സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട്. അതും നല്ല വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിയാണ് ഇതിൽ സൈക്കിൾ ചവിട്ടാൻ തന്നെ നമുക്ക് തോന്നുന്നു. ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ ഒരു സൈക്കിളൊക്കെ എടുത്ത്, ആഹാ അടിപൊളി, സ്വർഗം. ഇതുവരെ ഒരു മൗണ്ടൻ കണ്ട. ഞാൻ നിങ്ങളിപ്പോൾ ബീച്ച് കാണിച്ചു തരാം. സമയം വളരെ കുറവായതുകൊണ്ടൊന്ന് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് എന്തായാലും നല്ല രസമായിരിക്കും. കുറേ യാട്ടുകളും ചെറിയ ബോട്ടുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വാട്ടർ സ്പോർട്സിന് ഫേമസ് ആണ് ഈ സ്ഥലം. സെയിലിംഗ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ട്രക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ തിരികെ ഷിപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.